ഇതെൻ്റെ ആദ്യത്തെ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആണെന്ന്, നമുക്ക് അതിന് പോകാൻ ഒരുങ്ങിയാലോ എന്നിങ്ങനെ സമാധാനത്തോടെയൊക്കെ പറഞ്ഞ് റെഡിയായി ഇൻ്റർവ്യൂവിന് പോകണമെന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതൊന്നും നടന്നില്ല. സോ ദുബായിൽ വന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ തന്നെയാണെന്ന്. അതായത് ഇതിനു മുമ്പ് ഞാൻ ഇൻ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്തത് നാട്ടിലാണെങ്കിൽ കൂടെ ഞാൻ അറ്റൻഡ് ചെയ്തത് ഓൺലൈനായിട്ടാണ്. എനിക്ക് ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഇപ്പോൾ ഞാൻ പോകുന്നത് ഒരു ജ്വല്ലറി ഷോപ്പിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെൽക്കം ടു ദിസ് വീഡിയോ വെർ ഐ സേ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഓഫ് ആൻ ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ഇൻ ദുബായ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടോപ്പിൽ നിന്ന് തുടങ്ങാമല്ലോ. എൻ്റെ മുടിയിൽ ഞാനിന്ന് എണ്ണ തേച്ചിട്ടുണ്ടായി ഗൈസ്. എണ്ണ തേച്ചിട്ട് ഷാമ്പു ഇടാതെ കുളിച്ച് ഒക്കെ വന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് ഈ ഇൻ്റർവ്യൂവിൻ്റെ ആളെ ഞാൻ ആക്ച്വലി വിളിക്കുന്നത് 11 മണിക്കാണ്. അപ്പോൾ 11 മണിക്ക് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതെനിക്കൊരു റെഫറൻസ് ത്രൂ കിട്ടിയൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എൻ്റെ ഫീൽഡല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് എൻ്റെ ഫീൽഡ്. പക്ഷേ ഇവർക്ക് മെയിൻലി ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ്, അതിൽ സപ്പോർട്ടിങ് ഡിജിറ്റൽ ടീം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ റെഫറൻസ് ത്രൂ കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ആളെ വിളിച്ചിട്ടൊന്ന് പറയാം, ഇത് എൻ്റെ ഫീൽഡല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സപ്പോർട്ടെന്ന് അതിൽ കണ്ടുകൊണ്ട് മാത്രം ആൾ എൻ്റെ CV അയച്ചു തന്നതാണ്. അപ്പോൾ എൻ്റെ സംഭവം അല്ല എന്ന് പറയാൻ ചെന്നതാണ് ഞാൻ. അപ്പോൾ ആൾ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഇൻ്റർവ്യൂവിന് പോര്, നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കാം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പോയിട്ട് വരാം, ഒരു എക്സ്പീരിയൻസ് കൂടെ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ എണ്ണയൊക്കെ തേച്ച് തല ഷാമ്പൂ ഒന്നും ഇടാതെ വെറുതെ കുളിച്ച് പോകുന്ന ഞാൻ എൻ്റെ മുടിയുടെ കൊലം കണ്ടോ ഒരുമാതിരി ആയിട്ടിരിക്കുന്നില്ലേ. സോ അതാണ് അബദ്ധം 1. നമുക്ക് ഇവിടെ എപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂ കിട്ടാമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇന്ന് വിളിച്ചിട്ട് ഇപ്പം തന്നെ വാ എന്നായിരിക്കും മിക്കവാറും പറയാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കിട്ടിയത് അങ്ങനെയാണ്. സോ അപ്പോൾ എണ്ണയൊക്കെ തേക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഷാമ്പൂ ഇട്ട് കഴുകിക്കളയാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ട് എന്തായാലും ഒരു ഔട്ട്ഫിറ്റ് റെഡിയാക്കി വെക്കാന്നുള്ളതാണ്. ഇവിടെ എൻ്റെ ഔട്ട്ഫിറ്റിന് വലിയ ചിലവൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, നമ്മളെപ്പോഴും ഒരു ഷർട്ടൊക്കെ തേച്ച് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇതേപോലെ പെട്ടെന്ന് ഇൻ്റർവ്യൂ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് നിന്ന് തേച്ച് ഇതാക്കാനൊന്നും ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. എൻ്റെ അബദ്ധം ഗൈസ്, ഞാൻ ഈ ഫയലൊക്കെ വാങ്ങി നല്ല വൃത്തിക്കും വെടിപ്പിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഞാനൊരൊറ്റ എൻ്റെ സർട്ടിഫിക്കറ്റ് പോലും ഉള്ളിൽ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതെൻ്റെ CV. ഞാൻ രണ്ട് CV ഉണ്ട് കേട്ടോ എനിക്ക്, ഒന്നെൻ്റെ ഈ ഡ്രസ്സിലും ഒന്നെൻ്റെ ഈ ഡ്രസ്സിലും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ മേടിച്ചാൽ മാത്രം പോരാ, അതിലെല്ലാ സർട്ടിഫിക്കറ്റ്സും വെക്കാൻ നോക്കുക. നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ടൈമിനാകുമ്പോൾ കുത്തിക്കയറ്റി വെക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാനുള്ള ടൈമും പോകും. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനം നേരത്തെ തന്നെ സെറ്റാക്കി വെക്കാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ ഫോർമൽ ഷൂസൊക്കെയാണ് ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷൂ ബൈറ്റ് ഇല്ലാതിരിക്കാൻ നോക്കുക. ഷൂ ബൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് കുറേ നടക്കേണ്ടി വന്നു കഴിഞ്ഞാലൊക്കെ. അപ്പോൾ അത് വലിയ സോക്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. കാരണം ഇൻ്റർവ്യൂ ടൈമിൽ നമുക്ക് കുറേ കുഞ്ഞു കാര്യം മതി ഡിസ്ട്രാക്റ്റഡ് ആവാൻ. സോ ഇതും ഒരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് കിട്ടിയിട്ട് ജസ്റ്റ് ഉണങ്ങിയൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ പ്രാവശ്യം അബദ്ധം പറ്റാതിരിക്കാൻ എന്തായാലും വലിയ സോക്സ് ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് എനിക്ക് ശ്രദ്ധിക്കണം എന്ന് തോന്നിയത്. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്ന വഴി എടുത്ത ഒരു വീഡിയോ ആണ് ഇതും. പിന്നെ വീട്ടിലെത്തിയിട്ട് എടുത്ത വീഡിയോ ആണ് എൻ്റെ അബദ്ധങ്ങളും. എനിക്ക് അപ്പോൾ തന്നെ അത് ചൂടോടെ എല്ലാം പറഞ്ഞ് ഒരു വീഡിയോ ആക്കണം തോന്നി, കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ. ആൻഡ് യെസ്, ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവിന് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം പോയതാണ്, ബിക്കോസ് അത് എൻ്റെ റോളല്ലല്ലോ. സോ